സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന്റെ തലേനാൾ ദുആ ചെയ്തപ്പോ ആ ദുആ സ്വീകരിച്ചുകൊണ്ട് അങ്കുലീപരിമിതമായ ന്യൂനപക്ഷമായ സമൂഹം ബദറിന്റെ രണാങ്കണത്തിൽ പോരാട്ടത്തിനിറങ്ങവേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവന്റെ വിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പണത്തിനൂടെ പോരാട്ടത്തിനിറങ്ങിയ അസ്ഹാബുൽ ബദറിനെ ന്യൂനപക്ഷമായ ബദരീങ്ങളെ അല്ലാഹു സഹായിച്ച കഥ പറഞ്ഞിട്ടില്ല വിശുദ്ധമായ ഖുർആനിൽ. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാഹ് ഫത്തഖുല്ലാഹ ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു ചോദിക്കുകയാ, വലഖദ് നസറകുമുല്ലാഹ് ബിബദരിൻ, ബദർ രണാങ്കണത്തിൽ ആരാരുമില്ലാത്ത സമയത്ത് നിങ്ങളെ ഞാൻ സഹായിച്ചില്ലയോ? എങ്ങനെ അല്ലാഹു സഹായിച്ചത്? അല്ലാഹു പറയുകയാ, ബിമലായികത്തിൻ മിനൽ മുൻസിലീൻ. എതിരാളികളെ തലകൊയ്യാൻ വരുമ്പോ ആകാശലോകത്ത് നിന്ന് വെള്ള തലപ്പാവ് തലയിൽ ചുറ്റിയ ശുഭ്രവസ്ത്രധാരികളായ ലക്ഷക്കണക്കിന് മലക്കുകള് ആരാരുമില്ലാതെ ഇസ്ലാമിക സമൂഹത്തിന്റെ പോർക്കളങ്ങളിൽ ഈ സമുദായത്തിന് രക്ഷിതരാക്കി കൊടുത്ത ആകാശലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം മലക്കുകള് അശ്വാരൂഢരായി വെള്ളത്തലപ്പാവ് കെട്ടി സഹായം കൊടുത്ത സമുദായമാണ് മുസ്ലിം സമുദായം. ഏതൊക്കെ കാലഘട്ടത്തിൽ ഇതൊരു സമൂഹത്തിന് മാത്രം ബാധ്യതയല്ല. നിങ്ങളൊക്കെ പറയാറുണ്ട്, പൊന്നാനിക്കാരെ ഇത് ബദരീങ്ങളുടെ പ്രത്യേകതയല്ലേ, ഇത് ബദരീങ്ങളുടെ പ്രത്യേകതയല്ലേ, ഇത് സഹാബത്തിന്റെ പ്രത്യേകതയല്ലേ, ഇത് ഉഹുദ് രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്നതല്ലേ? വളരെ നേരെ തന്നെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. ഇത് ബദരീങ്ങളുടെ മാത്രം കഥയാന്ന് പറഞ്ഞിട്ട് സായുജ്യമടയുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നാനിയിലെ ചെറുപ്പക്കാരാ, ഇതായിരക്കണക്കിന് സമൂഹത്തിന് അല്ലാഹു കൊടുത്ത സഹായമല്ല, ഇതൊരു സമൂഹത്തിന് അല്ലാഹു കൊടുത്തതല്ല. ക്ഷുഭിത യൗവനത്തിന്റെ തീ പിടിക്കുന്ന തീനാമ്പുകളുടെ മുമ്പിലൂടെ അന്ധവിശ്വാസത്തിന്റെ വീരാരാധനയുടെ വിളക്കുമാടങ്ങളിലൂടെ കടന്നുപോയ എന്നെ കേൾക്കാനത്തെ പൊന്നാനിയിലെ ക്ഷുഭിത യൗവനത്തിനോട് ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? പൊന്നുമോനെ, വെറും 21 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനെ പാതിരാത്രി അല്ലാഹു മലക്കിനെ കൊണ്ട് സഹായിച്ച ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പൊന്നാനിയിലെ ബൈപ്പാസിലൂടെ പാതിരാത്രി ഏകനായി നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ സഹായം വേണോ? അല്ലാഹു അവനെ തന്നെ സഹായിച്ചിട്ടുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം നടക്കുന്നതിന് മുമ്പ് തലേ ദിവസം രാത്രി യുദ്ധപ്പറമ്പിൽ പോയി ഖൈമ കെട്ടിയിട്ട് അവിടെ കിടക്കാൻ പോകവേ മറുഭാഗത്ത് എതിരാളികളെ കൂട്ടാളികൾ തമ്പ് കെട്ടിയിട്ട് മുഖാമുഖ യുദ്ധത്തിന് പോവുകയാ. ആ സമയത്ത് മഹാനായ റഫഅ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ പാതിരാ സമയത്ത് കിടന്നിറങ്ങവേ മറുഭാഗത്ത് എതിരാളികളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു ചോദിച്ചു, സഹാബാ മയ്യഖൂമു ഹാദിഹിൽ ലൈല, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ആരാണ് ഞങ്ങൾക്ക് കാവല് നിൽക്കാനുള്ളത്? യുദ്ധപ്പുറമിന്റെ മറുഭാഗത്ത് എതിരാളികളെ തേച്ചുമിനിക്ക് ആയുധവുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ തല കൊയ്യാൻ കാത്തിരിക്കവേ ആരാണ് ഞങ്ങൾക്ക് ഇന്ന് കാവലിരിക്കാനുള്ളത്? ഈ ചരിത്രത്തിന്റെ ദൗത്യം ഏറ്റെടുത്തതാരെന്നറിയോ? ആ ചൂട്ടത്തിൽ നിന്നൊരു ചുറുചുറുക്കുള്ള സഹാബി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, നബിയേ അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ, ആ ദൗത്യമേറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് നബിയേ. നെഞ്ചുറപ്പോടെ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ ആർജവത്തോടെ നെഞ്ചു വിരിച്ചിട്ട് ചാടി എഴുന്നേറ്റതാരാ? 21 വയസ്സുകാരനായ മഹാനായ റഫഅ റളിയല്ലാഹു അൻഹു. പൊന്നുമോനെ, ക്ഷുഭിത യൗവനത്തിന്റെ ആഗ്രഹത്തിന്റെ തീച്ചൂളകളിലേക്ക് ചെറുപ്പത്തെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ 21 വയസ്സുകാരൻ എഴുന്നേറ്റ് നിൽക്കുകയാ. ആയിരക്കണക്കിന് എതിരാളികളും മരുഭൂമിയിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനും ഇസ്ലാമിക സമൂഹത്തിനും കാവൽ നിൽക്കാൻ ഈ പാതിരാ സമയത്ത് ഞാനുണ്ട് യാ റസൂലല്ലാഹ്. മഹാനായ റഫഅ റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂൽ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചുവല്ലോ. ഹബീബായ നബി തങ്ങളെ ഉറങ്ങാൻ വിട്ടിട്ട് ഞാൻ മരുഭൂമിയിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ ടെന്റിനെ കാവൽ നിൽക്കുകയാ.
ഞാൻ നോക്കിയപ്പോ നിശബ്ദമായ നിശീതിനിയിൽ നീലാകാശത്തിന്റെ നീരുമയിലൂടെ നീലക്കണ്ണുള്ള നിലാപ്പക്ഷി കിടന്നുറങ്ങുന്നത് പോലെ ലോകത്തിന്റെ വസന്തനമാ കിടന്നുറങ്ങുന്നു. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കും എന്റെ ശരീരത്തിന് കോൾമയിൽ കൊള്ളാൻ തുടങ്ങി. ആർക്കാണ് ഞാൻ കാവൽ നിൽക്കുന്നത്? ആരുടെ സംരക്ഷണയാണ് പാതിരാത്രി ഞാൻ ഏറ്റെടുത്തത്? എന്നെ മുമ്പിൽ നിൽക്കുന്നതാരാ? ആരുടെ സംരക്ഷണയാണ് പാതിരാത്രിയിൽ എതിരാളികളുടെ വാൾത്തലപ്പിൽ നിന്ന് ആരെയാണ് ഞാൻ രക്ഷിക്കേണ്ടത്? എന്റെ താഴെ കിടക്കുന്ന സ്വപ്നത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച നേതാവാരാ? യാ ഹബീബ് നൂറ് മുജസ്സം, യാ ഹബീബ് നൂറ് മുഅല്ലം. ലോകത്തിന്റെ പരിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന് ഞാൻ കാവൽ നിൽക്കുമ്പോ പാതിരാത്രിയിലെ സഹാബത്ത് മുഴുവൻ കിടന്നുറങ്ങുകയാ. ഞാൻ നോക്കിയപ്പോ എതിരാളികളുടെ ടെന്റിൽ തീയുടെ അടയാളം കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നാളെ യുദ്ധം നടക്കാൻ പോവുകയാ. എതിരാളികളുടെ പടത്തമ്പിലേക്ക് നുഴഞ്ഞു കയറിപ്പോയി. അവര് നാളെ കിടക്കും, നാളെ പയറ്റേണ്ട യുദ്ധതന്ത്രങ്ങളെ ചർച്ച ചെയ്യുമ്പോ ആ രഹസ്യങ്ങൾ അറിച്ചറിയാൻ ഒരു ചാരണ പോലെ ഞാൻ എതിരാളികളുടെ പട്ടാള ക്യാമ്പിലേക്ക് നടന്നു. അള്ളാന്റെ റസൂൽ എഴുന്നേക്കും, എനിക്കൊരു വാർത്ത കൊടുക്കണം. നാളെ നടത്താൻ വേണ്ടി ഒരു പദ്ധതി ഇട്ടിരിക്കുന്ന പദ്ധതികൾ പൊളിക്കണം. ഞാൻ അവിടേക്ക് ചെല്ലുമ്പോ അബൂ സുഫിയാൻ അടക്കമുള്ള ദാരുടെ ഡയറി കുറിപ്പോ ചെറുപ്പക്കാരെ ഇത് പറയുന്നത് മഹാനായ റഫർ റളിയല്ലാഹു അൻഹു. പാതിരാവിന്റെ നിശബ്ദതയിൽ മണൽത്തരികളുടെ മുകളിലൂടെ മണൽത്തരിയുടെ പോലെ ശബ്ദം കേൾക്കാതെ മാർജാര പാറത്തിന്റെ ശബ്ദം പോലെ ഞാൻ ആ പടക്യാമ്പിലേക്ക് നടന്നു. പാതിരാ സമയത്തിരയെ പിടിക്കാൻ പോകുന്ന മാർജാർ എന്ന സൂക്ഷ്മതയോടെ പാദപതന ശബ്ദം പോലും കേൾപ്പിക്കാതെ മെല്ലെ മെല്ലെ പോകുന്നത് പോലെ ഞാൻ അവിടെ ചെല്ലുമ്പോ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 20ഓളം ആളുകൾ അവിടെ ഇരുന്നിട്ട് ഗൂഢാലോചന നടത്തുകയാ. അവരെല്ലാവരും ഇരുട്ടത്തിരിക്കുകയാണ്. ഞാൻ അവരുടെ ഇടയിലേക്ക് ചെന്നിട്ട് 21 വയസ്സുകാരന്റെ ചോരത്തിളപ്പ് കണ്ടോ, 21 വയസ്സുകാരന്റെ ആവേശം കണ്ടോ, ചുബുദൈവനത്തിന്റെ സമർപ്പണം കണ്ടോ? ചെറുപ്പക്കാരാ, ആരാരുമില്ലാതെ വാൾത്തലപ്പുകൾ അകമ്പടി സേവിക്കുന്ന അംഗരക്ഷകരെ കാവൽ നിൽക്കുന്ന പട്ടാള ക്യാമ്പിന്റെ 20ഓളം എതിരാളികളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഞാൻ അവരുടെ ഇടയിൽ പോയി പതുങ്ങിയിരുന്നു. കുറെ നേരം കണ്ടവർ യുദ്ധതന്ത്രങ്ങളെ ചർച്ച ചെയ്യുകയാ. പെട്ടെന്ന് നാളെ നടക്കാനിരിക്കുന്ന ഒരു യുദ്ധതന്ത്രം അബൂ സുഫിയാൻ പറഞ്ഞപ്പോ അത് കേട്ട സന്തോഷത്താൽ എന്റെ ശരീരത്തിൽ നിന്നൊരു ശബ്ദം വെളിയിലേക്ക് വന്നു. അപരിചിതമായ ശബ്ദം കേട്ടപ്പോ ഉടനെ അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇടയിൽ എവിടെ ഒരു ചാരം നുഴഞ്ഞു കയറിയിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ ഏതോ ഒരു എതിരാളി നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവനെ തിരിച്ചറിയുക, പിടിച്ചടക്കുക, അവന്റെ തലവെട്ടുക. അബൂ സുഫിയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അലട്ടാവുക. എന്നിട്ട് പറഞ്ഞു, അടുത്തിരിക്കുന്നവർ തൊട്ടടുത്തിരിക്കുന്നവന്റെ കയ്യിൽ പിടിക്കട്ടെ. അപരിചിതമായ ഒരാളുണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ അറിയാമല്ലോ. പ്രിയപ്പെട്ട പൊന്നാനിയിലെ ചെറുപ്പക്കാരാ, ഇത് പറയുമ്പോ വാക്കവി വിമർശിക്കാന്ന് കരുതണ്ട. ഒരാളെയും ഞാൻ വിമർശിക്കുന്നില്ല, ഒന്നും ഞാൻ പറയുന്നുമില്ല. ആർക്കെങ്കിലും അലോസരങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് കരുതുകയും വേണ്ട. പക്ഷെ എന്റെ പൊന്നുമോനെ റഫർ റളിയല്ലാഹു തആല പറയാ, എന്റെ തൊട്ടടുത്തിരിക്കുന്നത് അബൂ സുഫിയാനാണ്. അബൂ സുഫിയാന്റെ കൈവിരലുകൾ എന്റെ കയ്യിലേക്ക് തൊട്ടപ്പോ പിടിക്കപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. ആ പടക്യാമ്പില് നാളെ രാവിലെ അല്ലാണ്ട് റസൂൽ ഉറക്കമെടുന്നേൽക്കുമ്പോ എന്റെ കൊയ്യപ്പെട്ട ശിരസായിരിക്കും കാണുക എന്ന് എനിക്ക് ഉറപ്പ് വന്നപ്പോ എന്റെ കയ്യിലേക്ക് പിടിമുറുക്കിയ അബൂ സുഫിയാന്റെ കൈ വലിച്ചെറിഞ്ഞിട്ട് കൊടഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റോടാൻ തുടങ്ങി. അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞ എന്റെ അടുത്തിരുന്നവനാണ് ചാരൻ, അവർ ഓടുന്നുണ്ട്, പിടികൂടുക. മഹാനായ റഫർ റളിയല്ലാഹു തആല ചരിത്രത്തിന്റെ റഫേ, ലോകത്തിന്റെ റഫേ, നിനക്ക് സമാനതക്കിനി ആരുമില്ലല്ലോ പൊന്നുമോനെ. റഫർ റളിയല്ലാഹു എന്ന് പറയാ, ഞാൻ അവിടെ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഓടി. എന്റെ പുറകെ കുതിരപ്പുറത്ത് ചാടി കയറിയിട്ട് കുന്തങ്ങളുമായി വാളുകളുമായിട്ട് എന്റെ പുറകെ എതിരാളികൾ പായുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവൻ രക്ഷിക്കാനല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് നിന്ന് അങ്ങേപ്പിച്ചിട്ട ദൗത്യം പൂർത്തിയാക്കി നബിയെ. ഇസ്ലാമിന് വേണ്ടി ഒരു
സേവനം ചെയ്തിട്ടും മരിക്കാൻ എനിക്ക് കൊതിയായി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ ഊരിപ്പിടിച്ച വാൾത്തലപ്പുകള് ആകാശത്തിലെ അഗ്നിസ്വലിംഗങ്ങൾ പോലെ ചിഹ്നിച്ചവര് എതിരാളികൾ പുറകെ പാഞ്ഞു വരികയാ. മണൽപ്പരപ്പിലൂടെ ഓടിയോടി എന്റെ കാലുകുഴഞ്ഞു. ഇനി ഞാൻ കാലുകുഴഞ്ഞ് മരുഭൂമിയിലേക്ക് കമിഴ്ന്നു വീഴുമെന്ന് ഉറപ്പായപ്പോ പുറകെ വരുന്ന എതിരാളികളുടെ അബൂ സുഫിയാന്റെ അക്രമി സംഘത്തിന്റെ വാൾത്തലപ്പുകളുടെ അഗ്രഭാഗത്തിന്റെ കരുത്തു കൊരുക്കപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കേൾപ്പിച്ചിട്ടുണ്ടെന്ന് ദൗത്യം പൂർത്തിയാക്കാൻ കഴിയില്ലയോ എന്നെ ഹൃദയത്തിലെ അങ്കലാപ്പായപ്പോ ഓടുകയാണ് മരുഭൂമിയിലൂടെ. ഓടി 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 റസൂൽ റളിയല്ലാഹു അൻഹു പറയുന്നു, തിരിഞ്ഞു നോക്കുമ്പോ എതിരാളികളുടെ കസത്താ കേൾക്കുക. എതിരാളിയുടെ കുതിരയുടെ തൊട്ടുപുറകിലെത്തി മരുഭൂമിയുടെ മണൽത്തരികളെ വകഞ്ഞു വാക്കാൻ കഴിയാറ്. എന്റെ കാല് തളരാൻ തുടങ്ങി, എന്റെ തൊണ്ട വരളാൻ തുടങ്ങി. മരുഭൂമിയിലേക്ക് ഓട്ടത്തിന്റെ ഇടയിൽ വേച്ചു വീഴാൻ പോകവേ എനിക്ക് മനസ്സിലായി ഞാൻ കൊല ചെയ്യപ്പെട്ടത് തന്നെ. 21 വയസ്സുള്ള റസൂൽ റളിയല്ലാഹു അൻഹു പറയാ, എന്റെ തൊണ്ട കുടഞ്ഞപ്പോ ഞാൻ ആ സമയത്ത് എന്റെ തൊണ്ടയിൽ നിന്നൊരു വിളി വന്നു, അല്ലാഹ്. ആ സമയത്തിന്റെ തൊണ്ടയിൽ നിന്ന് ഞാൻ എന്റെ സഹായത്തിന്റെ തമ്പുരാനെ വിളിച്ചു, അല്ലാഹ്. ഇനി ചരിത്രം പറയട്ടെ, മഹാനായ റസൂൽ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഞാൻ കുടഞ്ഞ് കമഴ്ന്നു വീണിട്ട് എന്റെ പുറകിലേക്ക് ഈ വാളുകളുടെ തലപ്പുകൾ പതിരേണ്ട താമസം. പെട്ടെന്നതാ മുൻഭാഗത്ത് ഞാനൊരു വെളുത്തടയാളം കണ്ടു. മറുഭാഗത്ത് നിന്നൊരു വലിയ കൂട്ടം ആളുകൾ വരുന്നത് പോലെ ഞാൻ ഉറപ്പിച്ചു. പുറകിൽ മാത്രമല്ല മറുഭാഗത്തും എതിരാളികളുണ്ട്. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോ സടകുടഞ്ഞു നിൽക്കുന്ന വെള്ള കുതിരകളുടെ മുകളിൽ വെള്ളത്തലപ്പാവ് കെട്ടി വെള്ള വസ്ത്രവും ധരിച്ച് കയ്യിൽ വാളും പൂശിയിട്ടൊരു കുതിരപ്പട്ടാളം ഓടി വരികയാ. ഇതാരാന്നറിയാതെ ഞാൻ നോക്കി നിൽക്കുമ്പോ അവര് പറഞ്ഞു, റഫേ ഓടി രക്ഷപ്പെട്ടോ, റഫേ മോനെ റഫേ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോവുക, ഇവരുടെ കാര്യങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലുമില്ലാത്ത മരുഭൂമിയിൽ പാതിരാത്രിയിൽ എവിടെ നിന്നോ വെള്ളത്തലപ്പാവ് ധരിച്ച വെള്ളക്കുതിരയുടെ മുകളിൽ വെള്ളത്തലപ്പാവ് വിരിച്ച ഒരു വലിയ അശ്വാരൂഢ സമൂഹത്തെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ മുമ്പോട്ട് ഓടുകയായി. നോക്കിയപ്പോ വന്ന വെള്ളപ്പട്ടാളക്കാര് പുറകെ വന്ന എതിരാളികളെ കൊന്നൊടുക്കുകയാ. ഓടി 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 ഞാൻ ചെന്ന് ആ പട്ടാള ക്യാമ്പിൽ കിടക്കുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽ മുമ്പിലേക്ക് പോയി ഞാൻ കമഴ്ന്നു വീണു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നോക്കിയപ്പോ റഫാണ്, യാ റസൂലല്ലാഹ്, എന്ത് വെച്ചു റഫേ? റഫർ റളിയല്ലാഹു തആല നടന്ന സംഭവം മുഴുവൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചൊരു ചോദ്യമുണ്ട്, റഫേ പാതിരാത്രിയിൽ മരുഭൂമിയിൽ നിന്നെ സഹായിക്കാമെന്ന ആ വെള്ളത്തലപ്പാവാരെന്നറിയോ? ഇല്ല യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, റഫേ ഹാദാ ജുനൂറുല്ലാഹ്, അതല്ലാഹുവിന്റെ പട്ടാളമായ മലക്കുകളാണ് റഫേ. ആരാ പറയുന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാനൊന്ന് ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഇത് ബദരീങ്ങളുടെ മാത്രം കഥയല്ല. പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ദൗത്യമേറ്റെടുത്തിട്ട് ഓടിപ്പോയൊരു ചെറുപ്പക്കാരന് ആകാശലോകത്തു നിന്ന് അല്ലാഹുവിന്റെ മലക്കുകളുടെ സഹായം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തേ നിനക്ക് ആ സഹായം നിഷേധിക്കപ്പെടാൻ കാരണമേതാ? അല്ലാഹു മലക്കുകളെ ഇറക്കി സഹായിച്ചൊരു സമുദായത്തിന് എന്ത് വെച്ചു പോയി? ഇന്ന് റോഹിംഗ്യയിലും ചെച്ചിനിയിലും ബുസ്നിയിലും സോമാലിയിലും എന്ന് വേണ്ട, നമ്മുടെ ഇടയിൽ പോലും പട്ടാപ്പകല് കൊട്ടാപ്പകല് മൂർത്തി വെച്ച അരിവാളുകൾ മുസ്ലിം സഹോദരന്റെ കടുത്തിറത്ത് വെക്കുമ്പോ എന്തേ പടച്ചിറപ്പിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടതേരാ? പടച്ചിറപ്പിന്റെ സഹായം അകലെയല്ലല്ലോ. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പടച്ചിറപ്പിന്റെ സഹായം നിഷേധിക്കപ്പെടാൻ മാത്രം എന്താണ് നമ്മൾ ചെയ്തതെന്ന് നാം ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്.
അള്ളാഹു ഇതിനെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സമുദായത്തെ സഹായിക്കുക എന്നുള്ളത് കൂട്ടായ സമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട്. ഒറ്റപ്പെട്ടവർക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ഇറക്കി അള്ളാഹു സഹായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും അള്ളാഹുവിന്റെ മലക്കുകളുടെ സഹായം കിട്ടേണ്ട ഒരു ഉമ്മത്താണ് നാം. എന്തുകൊണ്ടത് നിഷേധിക്കപ്പെടുന്നു എന്ന ഒരു ഗൗരവതരമായ ചർച്ചയിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ഇല്ലേ? നമ്മൾ ആ സഹായത്തിന് അർഹരല്ലേ? എന്നിട്ട് മനുഷ്യന്മാർ അള്ളാഹുടെ സഹായത്തിന് നമ്മൾ അർഹരല്ലേ? നമ്മൾ ഈ പഞ്ചായത്തിന്റെ ആടും കോഴിക്ക് മാത്രം നമ്മൾ അർഹര്? നമ്മൾ വിചാരിച്ച നമ്മൾ OBC ആയതുകൊണ്ട്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആട്, കോഴി, പിന്നെ 1 ലക്ഷത്തിന്റെ ഒരു വീട്, ഇത് മാത്രമാണ് നമ്മൾ അവകാശപ്പെട്ട ഒരു ഉമ്മത്തെന്ന് കരുതി ജീവിക്കുന്ന ആളുകളാണ് നാം. അല്ല, ഞാൻ പറഞ്ഞു പതിഞ്ഞ ഒരു വിഷയമല്ല നമ്മുടെ ഈ വിഷയത്തിലേക്ക്. ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവ വികാസങ്ങളൊക്കെ ഓർക്കുമ്പോ ഏതായാലും ഇത് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു നമ്മളെ സഹായിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമേതാ? നഹിനു, പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.